ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ജ്വല്ലറി. അപ്പം ഞാൻ നിങ്ങൾക്ക് എനിക്ക് പറ്റിയൊരു അബദ്ധം അല്ലെങ്കിൽ ചതി അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി തലവെച്ച് കൊടുത്ത ഒരു സംഭവത്തെപ്പറ്റി പറയാമെന്ന് വിചാരിച്ച് എടുത്തൊരു വീഡിയോ ആണിത്. ഈ കാണുന്ന ആദ്യത്തെ നമ്മുടെ ലക്ഷ്മി പെൻഡൻറ്റ് വരുന്ന 2 ചെയിൻ എന്നോട് ഇവിടെയുള്ള 2 ആൾക്കാർ ആവശ്യപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ്. നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ വേണം, അവർക്ക് സെറ്റ് സാരിയുടെ കൂടെ വെയർ ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമത്തേത് ഈ ലക്ഷ്മി പെൻഡൻറ്റ് വരുന്നത് 2 പേരാണ് ചോദിച്ചത്. 2 എടുത്തു. അപ്പം നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു, നമുക്ക് ഈ ഫീൽഡിലേക്ക് വരുമ്പോഴേ ഒരുപാട് ഫോളോവേഴ്സും ഓർഡർ ഒന്നും ലഭിക്കില്ല. അപ്പോൾ എനിക്ക് ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നും ഒരു ഓർഡർ പോലും കിട്ടിയിട്ടില്ല. ആകെ FBയിൽ നമ്മുടെ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് കിട്ടിയിട്ടുള്ള 1-2 ഓർഡർ ഒഴിച്ചാൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. മീഷോയിൽ ചെറുതായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതും നമുക്ക് നഷ്ടമായിട്ട് നമ്മൾ മീഷോയിൽ കൊടുക്കുന്നത് നിർത്തി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് സാധനം സ്റ്റോക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചപ്പം ഞാൻ ഈ 2 എടുത്തു ഇവിടെ കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവർ പറയാം, ഞാൻ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് ഇതല്ല, ഞങ്ങൾ ഉദ്ദേശിച്ച ഈ സാധനമേ അല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർക്ക് ഇത് വേണ്ടായിരിക്കും എന്നോർത്ത് ഞാൻ പോട്ടേന്ന് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ ഉദ്ദേശിച്ചത് പാലയ്ക്ക മോഡേക്കല്ല് വരുന്ന മോഡൽ ഉദ്ദേശിച്ചത്, അപ്പോൾ അത് ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഞാൻ നോന്ന് പറഞ്ഞു. പക്ഷേ അവർ കൂടുതൽ നിർബന്ധിച്ചപ്പം ഓക്കെ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു അവരെന്നോട് പാലക്കാമാലയുടെ കല്ല് വരുന്ന ടൈപ്പ് മാല ചോദിച്ചു. അപ്പം ഞാൻ അവിടെ കൊണ്ട് ഫോട്ടോ കാണിച്ചു. ചേച്ചി എടുക്കാതിരിക്കരുത്, എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അവരൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ച് നമ്മൾ പിന്നെ അത് എടുത്തു കൊടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അതും എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നൊരു പരിപാടിയായിരുന്നു. ഞാൻ ക്യാഷ് എടുത്തെടുത്തു. അപ്പോൾ അവർ വന്ന് കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞു. കൊണ്ട് കൊടുത്തപ്പോൾ എന്നോട് കുറച്ച് തരാമെന്ന് പറഞ്ഞു. ഞാനെല്ലാം ഓക്കെ സമ്മതിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഒരു 2 ആഴ്ച അത് മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറയാം, അതും വേണ്ട, അത് വീട്ടിൽ ഇരിപ്പുണ്ട്, വന്നെടുത്തോളൂ, അത് ചെറിയ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഉപയോഗിക്കാനുള്ളത്, ഈ കാണുന്നതാണ് മാല കേട്ടോ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നമ്മളെ ചതിച്ച്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 12,000 രൂപ നഷ്ടം. പോരാത്തതിന് നമ്മൾ വലിയ റിച്ച് ഫാമിലിയൊന്നുമില്ല, നല്ല അത്യാവശ്യം കഷ്ടപ്പെട്ട് വളരുന്ന ഒരു ആൾക്കാരായതുകൊണ്ട് എനിക്കത് വളരെ ബുദ്ധിമുട്ടായി തോന്നി. അപ്പോൾ എനിക്ക് ആ 2,000 രൂപയും കൊണ്ട് വേറെ ഇഷ്ടം പോലെ സാധനം മേടിക്കാമായിരുന്നു. അപ്പോൾ അവരുടെ എനിക്ക് വേണം എന്നുള്ളൊരു ഉറപ്പിന്മേൽ നമ്മൾ മേടിച്ചപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വരും. നിങ്ങൾക്ക് ആർക്കും വേണ്ട എങ്കിൽ നിങ്ങൾ ആ വശത്തേക്ക് നോക്കാതിരിക്കുക. നമ്മളൊരിക്കലും മറ്റുള്ളവരെ ചതിക്കരുത്. കാരണം ഞാനൊന്നും ജോലിക്ക് പോകുന്ന ഒരാളല്ല, ഹൗസ് വൈഫാണ്. ഞാൻ ഒരുപാട് ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയൊരു സംരംഭമാണിത്. പക്ഷേ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഓർഡറൊക്കെ വളരെ കുറവാണ്. നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് 1-2 ഓർഡർ ഒഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഓർഡർ ഒന്നും ഇന്നുവരെ കിട്ടിയിട്ടുള്ള ആളല്ല. അപ്പോൾ എനിക്ക് 400-500 രൂപയുടെ മാലയൊന്നും മേടിച്ച് വെച്ചാൽ എനിക്ക് പോകില്ല. അപ്പോൾ എനിക്ക് വളരെ സങ്കടമുള്ള കാര്യമായി. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ മാലകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വാട്സപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുന്ന പോലെ അയക്കുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് വാങ്ങി ഹെൽപ്പ് ചെയ്യുക. പിന്നെ എന്നെപ്പോലെ ചെയ്യുന്നവർ സൂക്ഷിച്ച് മാത്രം നമ്മുടെ ബിസിനസ് കൈകാര്യം ചെയ്യുക. പലരും നമ്മളെ ചതിക്കാൻ കാണും, നമ്മളെ വീഴ്ത്താൻ കാണും. അതിലൊന്നും പോയി പെടാതിരിക്കുക. അപ്പം എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. എനിക്ക് വളരെ സങ്കടമായിപ്പോയി. കാരണം നമ്മളെ 10-2,000 രൂപ ഞാൻ ഇവിടെയൊക്കെ കുറച്ച് സാധനം വിറ്റ് വാങ്ങിച്ച് എനിക്ക് സമ്പാദ്യമായിട്ട് ആദ്യം കിട്ടിയ ക്യാഷായിരുന്നു. അത് ചുമ്മാ കളയുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഓക്കെ, താങ്ക് യു.